വാർത്താജാലകം ഇന്ന് പരിശോധിക്കുന്നത് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കിടയിലെ ലഹരി ഉപയോഗത്തിന് തടയിടാൻ സംസ്ഥാന ഗവൺമെന്റ് ആവിഷ്കരിച്ച ഓപ്പറേഷൻ തൂഫാൻ ദൌത്യത്തെക്കുറിച്ചും സമൂഹത്തിലെ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചുമാണ്. വാർത്താജാലകത്തിന്റെ ഈ പതിപ്പിൽ അതിഥിയായി നമുക്കൊപ്പം പ്രശസ്ത മാനസികാരോഗ്യ വിദഗ്ധനും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കേരള ഘടകത്തിന് കീഴിലെ മാനസികാരോഗ്യ സമിതി കൺവീനറുമായ ഡോക്ടർ PN സുരേഷ് കുമാർ. അറിവ് പകർന്നു നൽകുന്നതിലുപരി നന്മ നിറഞ്ഞ ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിലും വിദ്യാലയങ്ങൾക്ക് സുപ്രധാന പങ്കുണ്ട്. സാക്ഷരതയിലും സാമൂഹ്യ മൂല്യങ്ങളിലും മുന്നിട്ട് നിൽക്കുന്ന കേരളത്തിൽ പോലും ഇന്ന് യുവതയ്ക്കിടയിൽ വേരൂന്നിയ ലഹരി ഉപയോഗം നാടിന് വലിയ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് വരും തലമുറയെയും സമൂഹ ഭാവിയെയും കാർന്നു തിന്നുന്ന ലഹരി വിപത്തിനെതിരെ പുതിയ ദൌത്യവുമായി ഗവൺമെന്റ് രംഗത്തെത്തിയിരിക്കുന്നത്. ആഭ്യന്തര വകുപ്പിന്റെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ച ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ടിന് ജൂൺ 1 തുടക്കമാകും. പോലീസിന്റെ നേതൃത്വത്തിൽ ലഹരി വിതരണ ശൃംഖലയെ നിരീക്ഷിക്കുകയും കർശന നടപടി സ്വീകരിക്കുകയും ചെയ്യും. സത്യത്തിൽ വളരെ വൈകി നടപ്പാക്കപ്പെടുന്ന ഒരു പദ്ധതിയാണ് ഇത് എന്ന് പറയാതെ വയ്യ. കൗമാരക്കാരും യുവാക്കളും അടങ്ങിയ വലിയൊരു വിഭാഗം ഇന്ന് ലഹരിയുടെ പാതയിലാണ്. ലഹരി വ്യാപനം തടയാൻ നിലവിൽ പോലീസ്, എക്സൈസ് പോലുള്ള വകുപ്പുകൾ ഇപ്പോൾ തന്നെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും അത് വേണ്ടത്ര ഫലപ്രദമായിട്ടില്ല എന്ന് തന്നെയാണ് കരുതേണ്ടത്. അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ തൂഫാൻ എന്ന പ്രത്യേക യജ്ഞം ഇച്ഛാശക്തിയോടെയും ലക്ഷ്യബോധത്തോടെയും നടപ്പിലാക്കിയാൽ അത് നമ്മുടെ സമൂഹത്തിലെ ലഹരി ഭീഷണിയെ ഇല്ലാതാക്കാൻ കഴിയും എന്നാണ് കരുതുന്നത്. യഥാർത്ഥത്തിൽ ആഭ്യന്തര വകുപ്പിന്റെ പങ്കിനോളം തന്നെ പ്രാധാന്യമുള്ളതാണ് ഇക്കാര്യത്തിൽ പൊതുജനങ്ങൾക്കുള്ള പങ്ക്. ലഹരി വിൽപ്പനയെക്കുറിച്ചും ലഹരി കള്ളക്കടത്തിനെക്കുറിച്ചുമുള്ള വിവരങ്ങൾ അധികൃതരെ അറിയിക്കാനും അവരുടെ പ്രദേശത്തുള്ള സ്കൂൾ കോളേജ് പരിസരം ലഹരിമുക്തമാക്കാനും രാഷ്ട്രീയ സംഘടനകൾ, റെസിഡൻസ് അസോസിയേഷനുകൾ, സന്നദ്ധ സംഘടനകൾ, വ്യാപാരി വ്യവസായികൾ എന്നിവരുടെ സഹകരണത്തോടെ കഴിയും. അതേസമയം കുറ്റവാളികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാനും അവർക്ക് അർഹമായ ശിക്ഷ നൽകാനും പരിസരം നിരീക്ഷിക്കാനുമെല്ലാം പോലീസിന് മാത്രമേ കഴിയുകയുള്ളൂ. ഇത്തരം കാരണങ്ങളാൽ ലഹരിക്കെതിരായ നടപടികളിൽ ആഭ്യന്തര വകുപ്പിന്റെ പങ്ക് വളരെ വലുതാണ്. കാലം മാറിയതോടെ ലഹരി ഉപയോഗത്തിന്റെ കാര്യത്തിലും വലിയ മാറ്റങ്ങൾക്കാണ് സമൂഹം സാക്ഷിയായത്. ജീവിതശൈലി മാറ്റങ്ങൾക്കും നഗരവൽക്കരണത്തിനുമൊപ്പം പുതിയ ലഹരി പദാർത്ഥങ്ങളും വിപണിയിൽ സുലഭമായി. പുകയില കഞ്ചാവിലേക്കും പിന്നീട് MDMA പോലെ തീവ്ര രാസലഹരികളിലേക്കും വഴിമാറി. ലഹരി വിപണി ഒളിഞ്ഞും തെളിഞ്ഞും വലിയൊരു വ്യവസായവും മാഫിയയുമായി മാറിയതോടെ പ്രായഭേദമില്ലാതെ സമൂഹത്തിൽ ലഹരി വസ്തുക്കൾ ലഭ്യമായി തുടങ്ങി. സമൂഹമാധ്യമങ്ങളുടെ സ്വാധീനം ഇതിന് ആക്കം കൂട്ടി. പുതിയ തലമുറയിൽ കണ്ടുവരുന്ന മാനസിക സമ്മർദ്ദം, വിഷാദരോഗം, കുടുംബങ്ങളിലെ മോശം അന്തരീക്ഷം, മാതാപിതാക്കളുടെ ശ്രദ്ധക്കുറവ്, ലഹരി വസ്തുക്കളുടെ എളുപ്പത്തിലുള്ള ലഭ്യത, സിനിമകളുടെയും സോഷ്യൽ മീഡിയയുടെയും സ്വാധീനം, മണമോ എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയുന്ന ലക്ഷണങ്ങളോ ഇല്ലാത്ത പുതിയ സിന്തറ്റിക് മരുന്നുകളുടെ വ്യാപനം എന്നിവയെല്ലാം സമൂഹത്തിൽ ലഹരിയുടെ സാന്നിധ്യം വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ട്. കേരളത്തെ സംബന്ധിച്ച് ഗ്രാമങ്ങൾ ഇല്ലാതാവുകയും നഗരങ്ങളും ചെറു ടൗണുകളും രൂപപ്പെട്ടതും നമ്മുടെ സമൂഹത്തിൽ കാതലായ മാറ്റങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. മുൻകാലങ്ങളിൽ ഒരു സ്കൂൾ കുട്ടിയെ സംശയകരമായ സാഹചര്യത്തിൽ കണ്ടാൽ നാട്ടുകാർ ഇടപെടുമായിരുന്നു. അധ്യാപകർക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടായിരുന്നു. എന്നാൽ നഗരവൽക്കരണത്തോടെ ഇത്തരം കരുതലുകൾ ഒരു ഭാഗത്ത് നഷ്ടമാകുകയും മറുഭാഗത്ത് ലഹരി വിപണന ശൃംഖല ശക്തി പ്രാപിക്കുകയും ചെയ്തു. ക്യാച്ച് ദം യങ് എന്ന ശൈലിയാണ് ഇവിടെ പിന്തുടരുന്നത്. രാസലഹരി ഉപയോഗിക്കാൻ ചെറിയ ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് പോലും അവസരം ലഭിക്കുന്നത് ഇതിനെല്ലാം കാരണമായിട്ടുണ്ട്. ലഹരി ഉപയോഗത്തിന് അടിമപ്പെടുന്നത് വ്യക്തികളാണെങ്കിലും അതിന്റെ പ്രത്യാഘാതം അനുഭവിക്കുന്നത് പലപ്പോഴും കുടുംബങ്ങളും സമൂഹവുമാണ്. വിദ്യാർത്ഥികളിലെ ലഹരി ഉപയോഗം ആദ്യഘട്ടത്തിൽ പഠനത്തെ ബാധിക്കുകയും പിന്നീട് മാനസിക പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. വിലയേറിയ രാസലഹരികൾക്ക് അടിമകളാകുന്നതോടെ പണം സമ്പാദിക്കാൻ എന്തും ചെയ്യുമെന്ന മനോനിലയിലേക്ക് അവർ നീങ്ങുന്നു. ഇത് കുടുംബത്തിനും സമൂഹത്തിനും വലിയ വെല്ലുവിളി സൃഷ്ടിക്കുന്നു. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളിലെ ലഹരി ഉപയോഗം കുടുംബ ബന്ധങ്ങൾ, വിദ്യാഭ്യാസം, സാമൂഹിക സുരക്ഷ, മനുഷ്യ വിഭവശേഷി തുടങ്ങിയ മേഖലകളെ നേരിട്ട് ബാധിക്കുന്ന ഗുരുതരമായ സാമൂഹിക വെല്ലുവിളിയാണ്. ലഹരി ഉപയോഗിക്കുന്ന വിദ്യാർത്ഥികളിൽ ശ്രദ്ധക്കുറവ്, ഓർമ്മശക്തി കുറയൽ തുടങ്ങിയവ മൂലം പഠന നിലവാരം ഇല്ലാതാകും. കൂടാതെ ഇക്കൂട്ടരിൽ വിഷാദരോഗം, അമിത ഉത്കണ്ഠ, അമിത കോപം, അക്രമ സ്വഭാവം, ആത്മവിശ്വാസക്കുറവ് തുടങ്ങിയ പ്രശ്നങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ചിലരാവട്ടെ ആത്മഹത്യാ പ്രവണത വരെ ഉണ്ടാകാം. ഇതിനു പുറമെ മസ്തിഷ്കം, കരൾ, ഹൃദയം, ശ്വാസകോശം എന്നിവയുടെ പ്രവർത്തനം തകരാറിലാക്കാൻ തുടർച്ചയായ ലഹരി ഉപയോഗത്തിന് കഴിയും.
കൂടാതെ ലഹരി ഉപയോഗത്തിലുള്ള പണം ലഭിക്കാതിരിക്കുമ്പോൾ മോഷണം, പിടിച്ചുപറി, കൊലപാതകം തുടങ്ങിയ അക്രമ പ്രവർത്തനങ്ങളിലേക്ക് വ്യക്തികളെ നയിക്കുകയും ചെയ്യും. സാമൂഹിക ഒറ്റപ്പെടൽ, സാമ്പത്തിക തകർച്ച തുടങ്ങിയവയും ലഹരി ഉപയോഗിക്കുന്നവരെ കാത്തിരിക്കുന്ന പ്രശ്നങ്ങളാണ്. കേരളത്തിലെ ലഹരി വ്യാപാരത്തിൽ പലപ്പോഴും പിടിക്കപ്പെടുന്നത് ഇതര സംസ്ഥാന സംഘങ്ങളെയാണ്. വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി എത്തിക്കാൻ പ്രവർത്തിക്കുന്ന പ്രത്യേക സംഘങ്ങൾ വിവിധ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളെ വിതരണ ശൃംഖലയുടെ ഭാഗമാക്കിയും ആശയവിനിമയത്തിന് സമൂഹമാധ്യമങ്ങൾ ഉപയോഗിച്ച് നടത്തുന്ന വിപുലമായ ലഹരി വിപണിക്കെതിരെ ഇതര സംസ്ഥാനങ്ങളിലെ നിയമ നിർവഹണ ഏജൻസികളുമായി കൈകോർത്ത് പ്രവർത്തിക്കാനും ഗവൺമെന്റിന്റെ പുതിയ പദ്ധതി ലക്ഷ്യമിടുന്നുണ്ട്. പിടിക്കപ്പെടുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുകയെന്നതാണ് പ്രതിരോധം ശക്തിപ്പെടുത്താൻ ചെയ്യേണ്ട പ്രധാന കാര്യം. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളുടെ കുടിയേറ്റം കേരളത്തിലെ ലഹരി വ്യാപനത്തിന് ഒരു പ്രധാന കാരണമാണെന്ന് പറയാതിരിക്കാനാവില്ല. അതുപോലെ തന്നെ സാമൂഹിക മാധ്യമങ്ങൾ വഴിയുള്ള ലഹരി വസ്തുക്കളുടെ കച്ചവടവും തകൃതിയായി നടക്കുന്നുണ്ട്. കൗമാരക്കാരിൽ നല്ലൊരു ശതമാനത്തിനും ലഹരി ഉപയോഗിക്കുന്നത് വാട്സപ്പ് പോലെയുള്ള മെസ്സേജിംഗ് സംവിധാനം വഴിയാണ്. ഇത്തരം കാര്യങ്ങളിൽ പോലീസിന്റെ ശ്രദ്ധ തിരിയുകയാണെങ്കിൽ ലഹരി വിൽപ്പനക്കാരെ പിടികൂടാൻ എളുപ്പമായിരിക്കും. കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരെ കോടതിയിൽ ഹാജരാക്കി ജയിലിൽ അടയ്ക്കുന്ന പോലുള്ള പ്രാഥമിക പ്രവർത്തനങ്ങൾക്ക് പുറമെ കുറ്റവാളികൾ ലഹരി ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവർക്ക് ജയിലുകളിൽ പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തേണ്ടതുണ്ട്. അല്ലാത്തപക്ഷം ജയിലുകൾ കേന്ദ്രങ്ങളാക്കി ഇവർ ലഹരി ഉപയോഗവും വിപണനവും നടത്താനാണ് സാധ്യത. പുതിയ രീതിയിലുള്ള രാസലഹരികളുടെ ഉപയോഗം കണ്ടെത്താൻ ആധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെയുള്ള ലാബോറട്ടറികൾ സ്ഥാപിക്കുന്ന കാര്യത്തിലും സർക്കാരിൻ്റെ ശ്രദ്ധ പതിയേണ്ടതുണ്ട്. നിയമങ്ങളിലും കാലാനുസൃതമായ മാറ്റങ്ങൾ ആവശ്യമാണ്. വിദ്യാർത്ഥികളിലെ ലഹരി ഉപയോഗത്തിന് തടയിടുന്നതിന്റെ ഉത്തരവാദിത്തം പോലീസിന്റെ മാത്രമല്ല, മറിച്ച് രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും സമൂഹത്തിനാകെയും അതിൽ വലിയ പങ്ക് വഹിക്കാനുണ്ട്. കുട്ടികളെ അറിയാനും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും അവർക്ക് സമയം നൽകാനും രക്ഷിതാക്കൾക്ക് സാധിക്കേണ്ടതുണ്ട്. അവർ ഏറ്റവും അധികം സമയം ചെലവിടുന്ന വിദ്യാലയങ്ങളിൽ ലഹരി ഉപയോഗത്തിന്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് വേണ്ടവിധം അവബോധം പകരാൻ അധ്യാപകർക്ക് സാധിക്കണം. ഒപ്പം നമ്മുടെ ഭാവി തലമുറയെ നല്ല വഴിയിൽ നയിക്കാൻ സമൂഹത്തിന്റെ ഇടപെടലും വേണം. സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അതിനെതിരെ ഫലപ്രദമായ പ്രതിരോധം തീർക്കുന്നതിൽ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും പങ്ക് നിർണായകമാണ്. ലഹരി വസ്തുക്കളുടെ ശാരീരിക, മാനസിക, സാമൂഹിക പ്രത്യാഘാതങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് ശാസ്ത്രീയമായ അറിവ് ലഭിക്കേണ്ടതുണ്ട്. വിദ്യാർത്ഥികളിൽ പഠനക്ഷമത കുറയുക, ഒറ്റപ്പെടൽ, അസാധാരണ കോപം, ഹാജർ കുറയുക തുടങ്ങിയ മാറ്റങ്ങൾ ലഹരി ഉപയോഗത്തിൻ്റെ സൂചനകളാവാൻ സാധ്യതയുണ്ട്. ഇത്തരം മാറ്റങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ രക്ഷിതാക്കളെയും കൗൺസിലർമാരെയും ആവശ്യമെങ്കിൽ പോലീസിനെയും അറിയിക്കണം. നിലവിൽ സ്കൂളുകളിലും കോളേജുകളിലും പ്രവർത്തിക്കുന്ന വിമുക്തി എന്ന ലഹരി വിരുദ്ധ ക്ലബ്ബുകൾ കൂടുതൽ കാര്യക്ഷമമാക്കണം. അതേസമയം കുട്ടികളുമായി തുറന്ന ആശയവിനിമയം നടത്തുകയും അവരുടെ സുഹൃത്തുക്കൾ, ദിനചര്യ, മാനസികാവസ്ഥ എന്നിവയെക്കുറിച്ച് നിരന്തരം നിരീക്ഷിക്കുകയും ചെയ്യേണ്ടത് രക്ഷിതാക്കളാണ്. കുട്ടികളുടെ ഡിജിറ്റൽ സാമൂഹിക ഇടപെടലുകൾ നിരീക്ഷിക്കാനും മാതാപിതാക്കൾ സമയം കണ്ടെത്തണം. എന്നാൽ കുട്ടികളോട് അതിരുകടന്ന നിയന്ത്രണം ഒഴിവാക്കുകയും സൗഹാർദ്ദത്തോടെയും സ്നേഹത്തോടെയും പെരുമാറുകയും വേണം. ലഹരിക്ക് അടിമപ്പെട്ട നിരവധി യൗവനങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. വീട്ടുകാർ പോലും ഉപേക്ഷിച്ചവരാണ് അവരിൽ ചിലരെങ്കിലും. കൂട്ടുകെട്ടിലൂടെയും പ്രലോഭനങ്ങൾക്ക് വഴങ്ങിയും അറിഞ്ഞോ അറിയാതെയോ ലഹരിയുടെ വലയിൽപ്പെട്ടുപോയ കുട്ടികളെ തിരികെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം സമൂഹത്തിനുണ്ട്. സ്വയം തിരിച്ചറിവ് ലഭിച്ചാലും ശിക്ഷയും സമൂഹത്തിന്റെ അവഗണനയും മാനസികമായി തളർത്തുന്ന പല കുട്ടികൾക്കും ഈ തിരിച്ചുവരവ് സാധ്യമാകാറില്ല. ലഹരിക്ക് അടിമപ്പെട്ടവരുടെ പുനരധിവാസം ലഹരിയുടെ പ്രതിരോധം പോലെ തന്നെ പ്രധാനമാണ്. പരിശീലനം ലഭിച്ച അധ്യാപകരും കൗൺസിലർമാരും കുടുംബാംഗങ്ങളും ഒരുമിച്ച് ശ്രമിച്ചാൽ ലഹരിയുടെ വലയിൽ കുടുങ്ങുന്ന കുട്ടികളെ വലിയൊരളവിൽ രക്ഷപ്പെടുത്താനാകും. ഇതിനായി ബോധവൽക്കരണം, ചികിത്സ, പുനരധിവാസം എന്നിവയ്ക്ക് മുൻഗണന നൽകുന്ന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കേണ്ടതുണ്ട്. ഒരിക്കൽ ലഹരി ഉപയോഗിച്ചു എന്ന കാരണത്താൽ ഒരിക്കലും ഒരു വ്യക്തിയെ ഒറ്റപ്പെടുത്തുകയോ കുറ്റപ്പെടുത്തി സാമൂഹിക ബന്ധങ്ങളിൽ നിന്ന് ഒഴിവാക്കുകയോ ചെയ്യരുത്. പകരം അവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ രക്ഷിതാക്കളും മറ്റ് കുടുംബാംഗങ്ങളും അധ്യാപകരും നാട്ടുകാരും സമൂഹവും കൈകോർത്ത് ശ്രമിക്കേണ്ടതുണ്ട്. ശാസ്ത്രീയമായ സമീപനത്തിലൂടെയും ലഹരിമുക്ത ചികിത്സയിലൂടെയും പുനരധിവാസത്തിലൂടെയും മാത്രമേ ഇത് സാധ്യമാവുകയുള്ളൂ. ചുരുക്കത്തിൽ കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കി അവരെ കേട്ട് ശരിയായ മാർഗനിർദ്ദേശം നൽകുന്ന കുടുംബവും വിദ്യാഭ്യാസ സ്ഥാപനവും ഒരുമിച്ചാൽ മാത്രമേ ലഹരി ഉപയോഗത്തിൻ്റെ വ്യാപനം ഫലപ്രദമായി തടയാൻ കഴിയൂ.
സമൂഹത്തെ കാർന്നു തിന്നുന്ന ലഹരിയെന്ന മഹാവിപത്തിന് നമ്മുടെ ഭാവി തലമുറ അടിമപ്പെടാതിരിക്കാൻ നാം ഓരോരുത്തരും ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ടിലൂടെ ഗവൺമെന്റ് വലിയൊരു ദൗത്യത്തിന് തുടക്കമിടുമ്പോൾ അതിലേറെ വലിയൊരു ഉത്തരവാദിത്വമാണ് സമൂഹം എന്ന നിലയിൽ നാം ഏറ്റെടുക്കേണ്ടത്. അറിവ് പകരുന്ന വിദ്യാലയങ്ങൾ ലഹരിമുക്തമാക്കാനും യുവതലമുറയ്ക്ക് സാമൂഹ്യ മൂല്യങ്ങൾ പകർന്നു നൽകാനും ലഹരിക്ക് അടിമപ്പെട്ടവരെ തിരികെ ജീവിതത്തിലേക്ക് കരകയറ്റാനും നമുക്ക് കൈകോർക്കാം. വാർത്താജാലകത്തിന്റെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാകുന്നു. ഇന്ന് അതിഥിയായി എത്തിയത് പ്രശസ്ത മാനസികാരോഗ്യ വിദഗ്ധനും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കേരള ഘടകത്തിന് കീഴിലെ മാനസികാരോഗ്യ സമിതി കൺവീനറുമായ ഡോക്ടർ PN സുരേഷ് കുമാർ.